കെ അനിൽകുമാർ 16-ാം തീയതി ആരും അറിയാതെ സർക്കാർ ഇത് ഒപ്പിടുന്നു. അങ്ങനെ പറയരുത്. പിന്നെങ്ങനെ പറയണം? 21-ാം തീയതി 5 ദിവസം കഴിഞ്ഞ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നു, ഈ PM ശ്രീ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ LDF-ൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. 22-ാം തീയതി നടന്ന ക്യാബിനറ്റിൽ ഈ വിഷയം CPI-യുടെ മന്ത്രിമാർ ഉന്നയിക്കുന്നു. അവർക്കും ഒന്നും അറിയില്ല. ആരെയൊക്കെയാണ് നിങ്ങൾ ഇരുട്ടിൽ നിർത്തിയത് സർക്കാർ, കെ അനിൽകുമാർ? അല്ല, സർക്കാർ ആരെ ഇരുട്ടിൽ നിർത്തേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഘടകകക്ഷികളായിട്ടുള്ള CPM-നും CPI-ക്കും ഇന്ത്യ സർക്കാർ നടപ്പാക്കുന്ന, മോദി സർക്കാർ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ നയം അടിമുടി ജനാധിപത്യ വിരുദ്ധവും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ തകർക്കലും ഭാഷാഭ്രാന്ത് അടിച്ചേൽപ്പിക്കുന്നതും നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ, ചരിത്ര വിരുദ്ധവും വർഗീയവൽക്കരണപ്പെട്ടതുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. നമ്മളൊരു രാജ്യത്ത് പ്രവർത്തിക്കുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാതെ സംസ്ഥാനങ്ങൾക്കാവില്ല. അനിൽകുമാർ, നിങ്ങൾ പറഞ്ഞു വരുന്ന നിർബന്ധിതാവസ്ഥയിൽ ഒരു കേന്ദ്ര സർക്കാരിനോട് എൻഗേജ് ചെയ്ത് നിൽക്കണം എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇതിൽ ഒപ്പിടുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് എതിർത്തത് എന്തിനാണ്? ആ എതിർപ്പ് മാറാൻ ഇപ്പോൾ ഉണ്ടായ മാറ്റം, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നിങ്ങൾ ആ മാറ്റത്തിന് കാരണം? അത് പറയൂ. ഇന്നത്തെ ദിവസം ആദ്യമായി നിങ്ങൾ നൽകുന്ന ഉറപ്പെന്താണ്? ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കിയത് കൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാകില്ല. പക്ഷെ മാറ്റം ഉണ്ടാകുമെന്നാണല്ലോ കേന്ദ്ര സർക്കാർ പറയുന്നത്. അനിൽകുമാർ, ഞങ്ങൾ ഈ കേരളത്തിലെ ഈ 10 കൊല്ലക്കാലത്തെ പിണറായി സർക്കാരിന്റെ കാലത്ത് അധികാരത്തിലിരുന്ന മോദി സർക്കാരിനോട് ഞങ്ങൾ കലഹിക്കല്ലേ ഇത്? ഏതെങ്കിലും തരത്തിൽ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നയം ഞങ്ങൾ അതുപടി അംഗീകരിച്ച് നടപ്പാക്കിയോ? NEP കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണെന്ന് CPM-ന്റെ സുചിന്തിതമായ നിലപാടാണ്. ആ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അപകടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ 4 വർഷം എതിർത്തെങ്കിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം എന്താണ്? കേന്ദ്ര സർക്കാർ കാവ്യവൽക്കരണം അവസാനിപ്പിച്ചോ? ഇവിടെ കർണാടക മാതൃകയിൽ കാവ്യവൽക്കരണം നടപ്പാക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവരണോ? അതോ ഞങ്ങൾ ഇതേവരെ SCERT-യിൽ സിലബസ് നടപ്പാക്കിയ പോലെ പാഠപുസ്തകം ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകണോ? അതിൽ ഞങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല NEP ഉണ്ടാക്കുന്നത് ശ്രീ അനിൽകുമാർ. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതായത് കാവ്യവൽക്കരണത്തെ നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ചെറുക്കും എന്നുകൂടി നിങ്ങൾ പറയണം. എന്ന് മാത്രമല്ല, എന്തിനു ഒളിച്ചുപോയി ഒപ്പിട്ട് നമ്മള് കേരളത്തിൽ നടപ്പാക്കുന്ന എന്ന് പറയുന്നത് നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് ഏത് കമ്പനി ഏൽപ്പിച്ചാൽ നടക്കും? മീഡിയ വണ്ണി ഏൽപ്പിച്ചാൽ നടക്കുമോ? നിങ്ങളെ ഏൽപ്പിച്ചാൽ നടക്കുന്ന കാര്യമല്ലോ അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്. പിന്നെ അത് CPM മാത്രമായിട്ട് ഒറ്റയ്ക്ക് ചെയ്ത കാര്യമാണത്. നിങ്ങൾ ആ ക്രെഡിറ്റ് CPM LDF മാത്രം ചെയ്ത കാര്യമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കല്. വേറെ ആരും ഇവിടെ ഭരിച്ചിട്ടില്ല. അല്ല, ഇവിടെ വേറെ ആരും ഭരിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമായിട്ട് ചെയ്ത കാര്യമാണ് അതിദാരിദ്ര്യം ഇല്ലാതാക്കൽ. ഇവൻ ശരിയല്ല. വേറെ ഭരിച്ചവരുണ്ടല്ലോ കർണാടകത്തിലുണ്ട്. അവരുടെയൊക്കെ പണിയാണത്. എന്നിട്ട് നിങ്ങൾ ഭരിച്ചിട്ട് ബംഗാളിൽ അതിദാരിദ്ര്യം ഇല്ലാതായത്? നിങ്ങൾ 4 നൂറ്റാണ്ട് ഭരിച്ച ബംഗാളിലും ത്രിപുരയിൽ എന്ത് അതിദാരിദ്ര്യം ഇല്ലാതായത്? അത് ഞാൻ പറയാം. അതിദാരിദ്ര്യം ഇല്ലാത്ത വഴി ഞാൻ ആദ്യം പറഞ്ഞുതരാം. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചെയ്തത് ഭൂമി ഇല്ലാത്തവന് ഭൂമിയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമി ഇല്ലാത്തവന് ഭൂമി, ഭൂപരിഷ്കരണ നിയമം ആണോ? ഭയങ്കര. ഞാൻ ചോദിക്കട്ടെ അനിൽകുമാർ, എന്റെ ചോദ്യത്തിന് മർമ്മം ഭൂപരിഷ്കരണം നടപ്പാക്കിയോ അവരെ എതിർത്തോ എന്നുള്ളതല്ല. LDF-ന്റെ നയം നടപ്പാക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ പിണറായി വിജയൻ സർക്കാരിനെ ഞാൻ ചോദിക്കുന്നത്? മറ്റാരും ഏൽപ്പിച്ചൂടെ പണി? അവർ വൃത്തി ചെയ്തോളൂ. അതിദാരിദ്ര്യം നടപ്പാക്കിയത് എല്ലാ പാർട്ടിയും കൂടിയാണ്. CPM ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങൊരു മഹാജ്ഞാനം വിളമ്പിയപ്പോ ഞാനൊന്നും പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് പറയുന്നത് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ആദ്യമായിട്ട് വന്നപ്പോൾ ഭൂപരിഷ്കരണം നടപ്പാക്കി. ഭൂപരിഷ്കരണം ഉള്ളത് കൊണ്ടാണ് ഇന്നത്തെ കേരളം ഉണ്ടായത്. അടിപൊളി. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമെന്ന് കർണാടകത്തിലെ 2 മന്ത്രിമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് പോയി. അതെന്തുകൊണ്ടാ? അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മേന്മയാണ്. അതിന്റെ ഒരു ഭാഗം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് പതിച്ചു കൊടുക്കാൻ സൗകര്യപ്പെടുകയല്ല. 500-ന്റെ മക്കളോട് കളിക്കരുത്, ഞങ്ങൾ മഹാചെറ്റകളാ. ഇനി നോക്കൂ, കോൺഗ്രസ് ചോദിക്കുന്നതിന് മറുപടി വേണ്ട, മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് മറുപടി വേണ്ട. നിങ്ങൾ ഈ പറയുന്ന ഭൂപരിഷ്കരണം നടപ്പാക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് CPI. അന്ന് ഒറ്റ പാർട്ടിയായിരുന്നു. അവർ ചോദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്താണ്, LDF നയം നടപ്പാക്കലല്ലേ എന്ന്. അവർക്ക് മറുപടി കൊടുക്കൂ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPI-ക്കുള്ളതിനേക്കാൾ എതിർപ്പ് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. നിങ്ങളത് കേട്ടിട്ടില്ല. ഈ ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്നാണ്.
ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. NEP-യിൽ പ്രശ്നമില്ലാന്ന് ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതിലൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. പാർട്ടി സെക്രട്ടറി, ഈ ഭരണത്തിൽ പങ്കാളിയല്ലാത്ത പാർട്ടി സെക്രട്ടറി പറയുന്നു അല്ല അത് കുഴപ്പമാണെന്ന് പറയുന്നു. ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം? ആര് പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കണം? ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വിശ്വസിക്കണോ? ശിവൻകുട്ടി പറയുന്നത് വിശ്വസിക്കണം? ആര് പറയുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾ ഒരു തവണ ഇവിടെ വിളമ്പി കഴിഞ്ഞാലേ എനിക്കൊന്ന് മറുപടി പറയാൻ സൗകര്യം തരണ്ടേ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. അതുകൊണ്ട് എല്ലാത്തിനും മറുപടി ഉണ്ടെന്ന്. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി നിങ്ങൾ അപമാനിച്ചില്ലേ? അതെപ്പോ വാപ്പ? അതൊക്കെ ഉണ്ട്. MA ബേബി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കേൾപ്പിച്ചപ്പോ എന്താ അദ്ദേഹം പറഞ്ഞെന്താ? കേന്ദ്ര അനിൽകുമാറെ, ഞാനല്ല അപമാനിച്ചത്, നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മന്ത്രിയും ഒക്കെയാണ് അപമാനിച്ചത്. 16-ാം തീയതി ഒപ്പിട്ടിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല 21-ാം തീയതി ആയിട്ടും. നിങ്ങൾ അപമാനിക്കുന്നുണ്ട്. നിങ്ങളുടെ ഘടകകക്ഷിയായ CP അറിഞ്ഞിട്ടില്ല. നിങ്ങളാണ് അപമാനിക്കുന്നത്, അല്ലാതെ ഞങ്ങളല്ല. താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ എന്ന് വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ അങ്ങോട്ട് AKG സെന്ററിൽ കൊണ്ടേ വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏൽക്കില്ല അനിൽകുമാർ കേട്ടോ. താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. എന്തിനാടാ പോയി വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പ അടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്ററിൽ. വല്ല കാര്യം ഉണ്ടായിരുന്നു. അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി എല്ലാവരും പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായം ഉണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, നടപ്പാക്കുകയില്ല. ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടത് അനിൽകുമാർ? നിങ്ങൾ ഈ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ടിട്ട് പിന്നെ എന്ത് ചർച്ച ചെയ്യാനാണ്? ആരോട് ചർച്ച ചെയ്യാനാണ്? നിങ്ങൾ ആരോടാ ചർച്ച ചെയ്യുന്നത്? ആ ചർച്ച ചെയ്യേണ്ട ക്യാബിനറ്റിൽ നിങ്ങൾ CPI മന്ത്രിമാരെ വീട്ടിൽ നിർത്തിയില്ലേ? പിന്നെ ആരോടെ നിങ്ങൾ ചർച്ച? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. RSSന്റെ അടുത്ത് ചർച്ചയ്ക്ക് തല മുണ്ടിട്ട് പോയി. അല്ല, ഈ ഒപ്പിടാൻ പോയി പിന്നെ ആരോട് പറഞ്ഞിട്ടാണ്? നിങ്ങളുടെ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ അപഹാസ്യനാക്കില്ലേ? നിങ്ങൾ അദ്ദേഹത്തെ ഇരുട്ട് നിർത്തിയില്ലേ? എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ ചാപ്പയടിക്കുന്നു. അല്ല, ഞങ്ങള് താലിബാനെ മാത്രം എതിർക്കുന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ ആരെ എതിർക്കണ്ടേ? നിങ്ങൾ എതിർക്കുന്നതൊക്കെ ഇവിടെ എക്സ്പോസ്ഡ് ആയി. നിങ്ങൾ ഇത്രയും നാൾ നടത്തിയ യുദ്ധം എന്താണെന്ന് ഇവിടെ എക്സ്പോസ്ഡ് ആയി. 10-ാം തീയതി മോദിയെ കാണാൻ പോകുന്നു, 16-ാം തീയതി പോയി തലയിൽ മുന്നിട്ട് ഒപ്പിടുന്നു. എന്നിട്ട് അത് നിങ്ങൾ CPI-കാരിൽ നിന്ന് മറച്ചു വെക്കുന്നു. നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറിയിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കുന്നു. നിങ്ങളുടെ യുദ്ധം എക്സ്പോസ്ഡ് ആയി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഇനി പുരുഷന്റെ പോരാട്ടം എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അനിൽകുമാർ. അത്രേ ഉള്ളൂ. നിങ്ങൾ താലിബാനെ എതിർക്കും, RSSനെ എതിർക്കും, എന്തും ചെയ്തോ, അതൊക്കെ എക്സ്പോസ്ഡ് ആയി എന്നേ പറയാനുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.